സമാധാനം ആഗ്രഹിക്കാത്ത നിലപാടുമായി റഷ്യ. റഷ്യ വെടിനിർത്തലിനായി സമാധാന ചർച്ചകൾ നടത്താനുള്ള വത്തിക്കാൻ വാഗ്ദാനത്തെ നിരസിച്ച് റഷ്യൻ ഭരണകൂടം. അമേരിക്ക, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ വത്തിക്കാൻ നടത്താനിരുന്ന സമാധാന ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 3-ാം വർഷം പിന്നിട്ട് അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം മേഖല സംഘർഷരഹിതമാക്കുവാനാണ് വത്തിക്കാൻ ഇടപെടലുമായി രംഗത്ത് വന്നത്. ഫലപ്രദമല്ലാതെ മാറിയ ഇസ്താംബുൾ ഉൾപ്പെടെയുള്ള മറ്റു പല സമാധാന ചർച്ചകൾക്ക് ശേഷം റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾക്ക് വത്തിക്കാൻ വേദിയാക്കാനുള്ള സന്നദ്ധത കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും വത്തിക്കാന് വേണ്ടിയും മുന്നോട്ട് വെച്ചത് വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൾ പിയട്രോ പരോളിനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും വത്തിക്കാന്റെ ഈ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. വത്തിക്കാന്റെ നിർദ്ദേശത്തോട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അനുകൂലമായി പ്രതികരിച്ചപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത് റഷ്യ ഉക്രൈൻ സമാധാനത്തിനായുള്ള വത്തിക്കാൻ ശ്രമത്തെ യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണുണ്ടായത്. തന്നെയുമല്ല, വത്തിക്കാൻ എന്ന കത്തോലിക്ക പ്ലാറ്റ്ഫോമിൽ 2 ഓർത്തഡോക്സ് രാജ്യങ്ങൾക്ക് മതപരമായ അസ്വസ്ഥത ഉണ്ടെന്നും റഷ്യ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധത്തിൽ തുടരാനുള്ള റഷ്യൻ തീരുമാനത്തിൽ പല രാജ്യങ്ങളും കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾക്കുള്ള വത്തിക്കാൻ ശ്രമത്തെ നിരാകരിച്ചത് ഇതിനോടകം വലിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. അതേസമയം ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധത്തെ അതിശക്തമായി പിന്തുണച്ച റഷ്യൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് മുൻപ് രംഗത്ത് വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.